ഹായ് ഹലോ, ഒരു കുട്ടി വ്ലോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം. ഡേ ഫ്രെയിം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇന്ന് ഒരു ആശാരി ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനിവിടുന്ന് കുറച്ച് എന്ന് വെച്ചാൽ ചെറിയ ആണിയുണ്ട് സൈഡിലൂടെ അടിക്കാനുള്ള. ആ ആണി അടിച്ചാൽ മെയിൻ ബോർഡ് അടിക്കുന്നത് ആശാരിയാണ്. ഏതാശാരി എന്നല്ലേ ഞാൻ കാണിച്ചു തരാം. അശാരി സിനിമയിലോ കാണും മോനെ ഒന്ന് പോടാ. എൻ്റെ മകൻ അവിടെ ആശാരിയോട് തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഹായ് ഹലോ ആശാരി അരുണേട്ടെ. ഇതൊക്കെ ഇന്ന് കൊറിയർ ചെയ്യേണ്ട ഫോട്ടോസാണ് ഗൈസ്. അപ്പം അത് സൈലന്റ് ആയിട്ട്. അപ്പം ഇന്ന് അവൻ ലീവ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ സൈഡൊക്കെ ഞാൻ അടിച്ചു വെക്കും. സെൻറ്റർ ഈ ഒരു ബോർഡ് അവൻ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ്. അരുണിനെ കാണുന്നില്ലോ എന്ന് പറയുന്ന ആൾക്കാർക്ക് അരുണിതേ ഇവിടെ ആശാരിപ്പണി തുടങ്ങി. പട്ടിപ്പണി എടുപ്പിക്കുകയാണ്. പട്ടിപ്പണി എടുക്കുകയാണ്. എന്താണ് കാര്യം എന്നുള്ളത് അവൻ തന്നെ പറഞ്ഞല്ലോ. പട്ടിപ്പണി എടുക്കുകയാണ്. നമുക്ക് സ്റ്റിയറിംഗ് പിടിക്കാൻ മാത്രമല്ല ഹാമർ പിടിക്കാൻ അറിയാമെന്നുള്ളത് കൂടി തെളിയിച്ചിരിക്കുന്നു. ഇവന്റെ ഏക പ്രത്യേകത എന്താണെന്നറിയോ? ഇതായി പാത്രത്തിൽ കണ്ട ആണി ഉണ്ടോ? കണ്ടില്ലേ? ഈ ആണി തീർക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അത്ര കടുപ്പിച്ചടുപ്പിച്ചാണ് ആണി അടിക്കുക. അതാണ് ഓൻ്റെ വലിയ പ്രത്യേകത. അപ്പോൾ ഓനോട് സംസാരിച്ചുകൊണ്ട് നിന്നാൽ ഞാൻ ഒറ്റ ഫോട്ടോ ഉണ്ട്, മൊത്തം 5 ഉണ്ട് കൊറിയർ ചെയ്യാൻ. അപ്പം ഇതൊന്ന് ഞാൻ വേഗം ഒന്ന് ചെയ്ത് കൊടുത്താലേ അതും കൂടി അടിച്ചിടുമല്ലേ ഞാൻ തന്നെ ആണി അടിക്കേണ്ടി വരും. അപ്പം ബാക്കി വിശേഷമൊക്കെ പിന്നെ കേട്ടോ. അതുകൂടി എടുക്ക്. ഞാൻ ആ ഫുൾ എടുക്കലുണ്ടല്ലോ. ഇന്നത്തെ ദിവസം കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസാണിത്. ഇല്ല സഞ്ജു മാറ് മോനെ. സഞ്ജു മാറ്. അപ്പുറം പൊട്. ചാവി വണ്ടിയിലായി മോനെ. അങ്ങനെ വെക്കണ്ടേ കാറിന്റെ ചാവി കാണുന്നില്ല ഗൈസ്. എവിടെ പോയി എന്നുള്ളത് അറിയില്ല. ബോർഡ് എടുത്തോ. ഓക്കേ, 2 സാധനം മേടിക്കണം. ചിക്കനും പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയും. അങ്ങനെ ഫോട്ടോയും കൊണ്ട് പോവാണ് ഗൈസ്. എൻ്റെ കൈ മാറിയിട്ടില്ല. അപ്പം അവനും പറഞ്ഞേച്ചു. അങ്ങനെ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്യാൻ കൊടുത്തു. പെറുക്കാൻ പോവുക. എടാ പെറുക്കാൻ പോണെന്ന്? ഉള്ളിയേരി സ്റ്റാൻഡിൽ എത്ര ബസ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ ഇവനാട്ടോ. റോസായാലും പച്ചയായാലും മാങ്ക
ഗായ്സ് ബൈ ബൈ. ബെൽറ്റ് ഇട്ടില്ലേ? ഊരി പോവോ? അതെന്താ താന്നു പോയത്? ഇനിയിപ്പൊ മാങ്ങന്റെ വയ്യേക്ക് എന്ത് പണി കിട്ടുന്നു? എന്താ പണി വെച്ചേ? ഈ കൊമ്പിന്റെ അറ്റം പോകുന്ന എങ്ങോട്ടാ നോക്ക്, അങ്ങോട്ട് പോക്ക്. കൊമ്പിന്റെ അറ്റം പോണെന്താ? പോത്തേ ഇതെന്താ ഞാൻ ചെറിയ കൊമ്പാ. ഇത് കെട്ടിച്ചില്ലെങ്കിൽ ഇത് ആ കൊമ്പല്ല ഈ കൊമ്പ്. കൊമ്പ് അപ്പുറത്തുനിന്ന് വരിക. പോത്തെ അതിന്റെ അറ്റം നോക്കിയടി ഉള്ളേന്ന്. ചെറുതാണ്, പൊട്ടിപ്പോ. അത് മാങ്ങ കെട്ടുക. അത് നിക്കൂലെന്ന് പറഞ്ഞാ കേക്കൂല. ഉണ്ടാക്കൂ. അണ്ണനോടാണെങ്കിലും അണ്ണീനോടാണെങ്കിലും ആർക്ക് തൂന്ന്. അതിന്റെ കാര്യത്തിൽ തീരുമാനമായി. മറ്റേ വായൻ്റെ കൂമ്പൊടിക്കാനുണ്ടായിരുന്നു, അതങ്ങോട്ട് ചാളുണ്ട്. ഇത് റോബസ്റ്റ. അപ്പം വായക്കട്ടി ഉപ്പേരി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ മതി മതി മതി. വിട്ട അപ്പോൾ പറക്കാൻ പോട്ടെ, ഞാൻ എൻ്റെ പണിക്കും പോട്ടെ.